സ്വാഗതം. ഇന്ന് മൂന്നാമത്തെ ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. ഇന്ന് നല്ല റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. നമ്മൾക്ക് നല്ല റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കണം എന്ന് പോലും നമ്മൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ സ്നേഹിക്കാനായിട്ട്, നമ്മളെ മനസ്സിലാക്കാനായിട്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഏതൊരു ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യത്തിൽ നമ്മളടുത്തേക്ക് ഓടിയെത്താനായിട്ട് ആരെങ്കിലുമൊക്കെ ഈ ലോകത്ത് ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 3 പേരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവരോട് നമ്മൾ നന്ദി പറയാൻ എന്താണ് കാരണം എന്നുള്ള ഒരു 5 കാര്യങ്ങൾ കൂടി അവർക്ക് വേണ്ടി എഴുതുക എന്നുള്ളതാണ് മൂന്നാമത്തെ ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ ചെയ്യേണ്ടത്. അതിനായിട്ട് ആ 3 പേരുടെ ഫോട്ടോ നിങ്ങൾ സംഘടിപ്പിക്കണം. ഒന്നെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വെച്ചിട്ടാണെങ്കിലും ആ ഫോട്ടോ കണ്ടുകൊണ്ട് നിങ്ങൾ എഴുതുക. പ്രിൻ്റ് ഔട്ട് എടുത്ത് ബുക്കിൽ ഒട്ടിച്ച് എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാലും നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ എടുക്കാനായിട്ട്, അത് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, അതിനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫോണിൽ അവരുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എഴുതണം. എന്തുകൊണ്ടാണ് അവരോട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്, അതിനുള്ള 5 കാര്യങ്ങളെ കണ്ടെത്തിയിട്ട് നന്ദി പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അവരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ള നിങ്ങൾക്ക് തോന്നുന്ന ആ വ്യക്തികളുണ്ടായിരിക്കില്ലേ, അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. അതാണ് മൂന്നാമത്തെ ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. എങ്കിലും മൂന്നാമത്തെ ദിവസം വേറെ എന്തുകൂടി ചെയ്യണം? രാവിലെ തന്നെ നമ്മുടെ 10 ബ്ലെസ്സിങ് കൗണ്ട് ചെയ്തിട്ട് എഴുതണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസത്തെ എഴുതിയതല്ല, പുതിയതിനെ കണ്ടെത്തി 10 ബ്ലെസ്സിങ് കൗണ്ട് ചെയ്ത് എഴുതണം. പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? മാജിക് റോക്ക് എടുത്തിട്ട് അന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മയിലേക്ക് എടുക്കുക, ഓർത്തുകൊണ്ടിരിക്കുക, കൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്താണുള്ളത് അതിനെ മനസ്സിലാലോചിച്ചുകൊണ്ട് ആ റോക്ക് കയ്യിൽ പിടിച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വേണം ഉറങ്ങാനായിട്ട്. ഇതാണ് മൂന്നാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടീസ്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? അവരെ ഓർത്തുകൊണ്ട് എല്ലാ ദിവസവും, ഇനി 28 ദിവസവും നിങ്ങൾക്ക് അവരുടെ 10 നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്ത് എഴുതുകയും ചെയ്യാം. ഇതും നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നമുള്ളൊരു റിലേഷൻഷിപ്പിനെ ശരിയാക്കാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. എന്താണ് ചെയ്യേണ്ടത്? ഏത് റിലേഷൻഷിപ്പിലാണോ പ്രശ്നമുള്ളത് അവരുടെ ഫോട്ടോ എടുത്ത് ഫോണിലോ എവിടെയെങ്കിലും ഒട്ടിച്ചു വയ്ക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അതിനെ നോക്കി, ആ ഫോട്ടോയെ നോക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും 10 നല്ല കാര്യങ്ങൾ അവരെ കുറിച്ചിട്ട് എഴുതാം. ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാനുള്ള അത്രയും കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയത് റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണോ അവരെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അവരുടെ ഏതൊക്കെ നല്ല ക്വാളിറ്റികളാണോ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്, അങ്ങനെ അവരെ കുറിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ 10 എണ്ണം വീതം എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കഴിയുന്നത് വരെയും നിങ്ങൾ എഴുതുക. അപ്പോൾ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഉള്ള ആ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുഖസൗകര്യങ്ങൾ തരുന്ന, ഏറ്റവും സന്തോഷം തരുന്ന, അവരുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇനി ജീവിക്കാൻ തോന്നുന്ന നല്ല നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവില്ലേ, ആ റിലേഷൻഷിപ്പിൽ 3 എണ്ണം എടുത്തിട്ട് നിങ്ങൾ നന്ദി പറയുകയും ചെയ്യുക. 5 നന്ദി വീതം എഴുതുക. ഇതെല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യേണ്ട. മൂന്നാമത്തെ ദിവസം ഒരു പ്രാവശ്യം മാത്രം അത് ചെയ്താൽ മതി. പ്രാക്ടീസുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കുക. എന്തെങ്കിലുമൊക്കെ ദേഷ്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാപ്പാക്കിക്കൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.